വരവൊക്കെ നടപ്പൊക്കെ വാള് പൊക്കം ഒക്കെ. ഇനി തിരുവായെടുത്ത് എന്തേലും ഒന്ന് രണ്ട് ഡയലോഗും ഒഴിഞ്ഞാലും എന്റെ ലോവനാർ കോവിലിന്റെ അമ്മച്ചിയാണ് സത്യമായിട്ട് ഞാൻ പറയണേ. എന്റെ കൂടി അംഗത്തിന് വരണ പയലുകളെയൊക്കെ തല ഞാൻ വെട്ടി അരിഞ്ഞിവിടെ ഇടും. ഈ എന്റെ കയ്യിലിരിക്കുന്നത് വാളാണല്ല, നാക്ക് വഴിക്കാനുള്ളതല്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയണേ, കള്ള പയലുകളെ. ജിതേന്ദ്ര വർമ്മ ഒന്നിവിടെ വരും. ജിതേന്ദ്ര വർമ്മ, താങ്കൾ പലപ്പോഴും എന്നോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കാറില്ല. നമ്മൾ നാടകം കഴിക്കുന്നിടത്തെല്ലാം നമുക്ക് എന്തിനാണ് ചുമ്മാതെ ഈ ഇടി കിട്ടുന്നെന്ന്. ഇതാണ് മൂല കാരണം. വള്ളുവനാട ഭാഷയിൽ പറയേണ്ട ഡയലോഗാണ് കളിക്കേള എഴുത്ത് മേഞ്ഞേക്കുന്നത്. നിന്നെ ഞാൻ എന്തോ ചെയ്യണം, 100 തവണ ഞാൻ പറഞ്ഞില്ലേ, ഇത് വള്ളുവനാടൻ ഭാഷയിൽ പറയേണ്ട ഡയലോഗാണിത്. മനസ്സിലായോ? അല്ലാതെ കളിക്കവള ഭാഷയിലല്ല ഇത് പറയേണ്ടത്. എന്താണ് കുഞ്ഞെ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നത്? ഒരു സമ്മതി ഇട്ടത് എന്റെ തെറ്റാണോ? നിന്നെയൊക്കെ തീറ്റിപ്പൊട്ടിട്ട് 5-6 പോത്തുകളെ. ഇനിയെങ്കിലും മര്യാദക്ക് വള്ളുവനാടൻ ഭാഷ പറയാൻ പഠിക്കേ. മനസ്സിലായോ? എടി വള്ളുവനാടാനാണ് പറയേണ്ടത്. മനസ്സിലായി? അച്ഛനെ അവ കറിഞ്ഞുകൊടുത്തോണ്ടല്ലേ നാടൻ തുടങ്ങി. ഇനി സമയമുണ്ടല്ലോ, നിങ്ങളെ ഡയലോഗ് ഒന്ന് നോക്കൊന്ന് പറഞ്ഞു. ഇനി സമയമുണ്ടല്ലോ. നിങ്ങൾക്കറിയാവോ 17 ദിവസമാണ് ഞാൻ ക്യാമ്പ് ഇട്ടത്. 17 ദിവസം. ഇനി 1 മണിക്കൂർ സമയത്ത് ഇവർ എന്ത് പഠിക്കാനാണ്? മര്യാദക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി. അച്ഛൻ ഒന്ന് പറഞ്ഞോളൂ, അവള് ചെയ്യും. ഞാൻ പറഞ്ഞു കൊടുക്കണം? ചെയ്തോളൂ. നീ കല്യാണം കഴിക്കാതിരിക്കുന്ന പെണ്ണല്ലേ? അവിടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് അല്ലേ? നീ പറഞ്ഞു കൊടുത്താൽ മതി. അവള് ചെയ്തോളൂ. ഒരു വട്ടം ആർച്ചേ, ഇങ്ങ അടുത്ത് വരൂ. ഞാൻ എന്താണ് ഇപ്പൊ അങ്ങോട്ട് പറഞ്ഞു? ഞാൻ എന്ത് ചെയ്യണം? നീ പറ ഞാൻ എന്ത് ചെയ്യണം? ഒരു ഭാഷ എന്ത് വള്ളുവനാടൻ ഭാഷ പറയാൻ പറഞ്ഞപ്പോ ഇത് എന്തരാ നീ കാണിക്കുന്നത്? പറയുമോ? ഒരു വട്ടം വള്ളുവനാടൻ കളിക്കവള വിട്. വള്ളുവനാടൻ പിടിച്ചോ. ആർച്ചയാണ്. ആശാനെ നോക്ക്. മൂർച്ചേ. എല്ലാം കൂടി എന്നെ കൂടെ തെറ്റിക്കുകയാണോ ഇത്? ഓക്കെ. ആർച്ചേ, ഇങ്ങ അടുത്ത് വരൂ. ഞാൻ എന്തിനെ അങ്ങോട്ട് വരണേ? ഓക്കെ, തൃശ്ശൂർ എത്തിച്ചിട്ടുണ്ട്. ഒരൊറ്റ ജില്ലയും കൂടെ ചാടിയാൽ വള്ളുവനാടായി. ഓക്കെ, ഒറ്റ ജില്ലയോടെ ചാടിയാൽ മതി വള്ളുവനാടായി. ഓക്കെ, തൃശ്ശൂർ വരെ എത്തിച്ച പാടെ ഇരിക്കുന്ന